കല്യാണം കുട്ടിക്കളിയല്ലെന്നു കാരണവന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ നാട്ടുചൊല്ലിൽ വലിയ അർത്ഥമുണ്ട്. ജനനത്തോടൊപ്പം ജീവിതത്തിന്റെ പകുതിയാകുന്ന ജീവനെയും നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ജനിച്ച ദിവസവും ഒരാളുടെ സ്വഭാവവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അഗ്നിസാക്ഷിയായി വിവാഹം കൊണ്ടു ബന്ധിതരാകുന്നവർ തമ്മിലുള്ള യോജിപ്പും. രണ്ടുപേർ പരസ്പരം കണ്ടുചിരിച്ചതുകൊണ്ട് ദാമ്പത്യജീവിതത്തിന് അടിത്തറ ചിട്ടപ്പെടുന്നില്ല. മാനസികമായ പൊരുത്തം മതിയെന്നുള്ള ചിന്തകളെ തള്ളിപ്പറയാതെ തന്നെ ഓർമ്മിപ്പിക്കട്ടെ, മനസ്സുകൊണ്ടുള്ള പൊരുത്തങ്ങൾ പിന്നീട് ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്ത വിധം അകലുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ജന്മനക്ഷത്രവും പൊരുത്തവും സുദൃഢമായ ദാമ്പത്യത്തിന് നിർബന്ധമാണ്. ഹിന്ദുമതത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെയാണെങ്കിലും ഇത് അത്ഭുതകരമാം വിധം ചേർന്നു വരുന്നുണ്ടെന്നു തിരിച്ചറിയുക. 10 പൊരുത്തങ്ങളിലെ വശ്യം എന്ന പൊരുത്തം ഉണ്ടെങ്കിൽ ഇരുവരും തമ്മിൽ മനസ്സുകൾക്ക് നല്ല ആകർഷണമായിരിക്കും എന്നാണ് ഫലം പറയുന്നത്. സമസപ്തമം എന്ന ഗുണം ഉള്ളവർ തമ്മിൽ മനസ്സുകൾക്ക് നല്ല പൊരുത്തമായിരിക്കും എന്നാണ് അനുഭവം. സമസപ്തമം എന്നാൽ ഇരുവർക്കും തുല്യമായി 7 എന്ന അവസ്ഥ, അതായത് സ്ത്രീ ജനിച്ച കൂറിന്റെ 7ാം രാശി പുരുഷന്റെ ജന്മക്കൂറാകുന്ന അവസ്ഥയാണ് സമസപ്തമം. സ്ത്രീയുടെ ജന്മക്കൂറിൽ നിന്ന് 7ാം രാശിയാണ് പുരുഷന്റേത് എങ്കിൽ മറിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. ശനിയാഴ്ചയും ആയില്യവും ദ്വിതീയയും, ചൊവ്വാഴ്ചയും സപ്തമിയും ചതയവും, ഞായറാഴ്ചയും ദ്വാദശിയും വിശാഖവും തമ്മിൽ ചേരുന്ന ദിവസം ജനിക്കുന്ന സ്ത്രീകൾക്ക് വിഷകന്യാദോഷം സംഭവിക്കാം. ഈ യോഗത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്തൃനാശവും ധനനാശവും കലഹവും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്.